തുരുമ്പ് പിടിച്ചത് നല്ല അടിപൊളിയായിട്ട് പെയിന്റ് അടിച്ച് പിന്നെ തുരുമ്പ് പിടിക്കാനുള്ള സംഭവങ്ങളാട്ടോ. വരും നമ്മൾ കാണിച്ചു കൊടുത്തേ. നമ്മളെ പ്ലാറ്റ്ഫോമൊക്കെ തുരുമ്പാ, ഫുള്ള് തുരുമ്പാ. സീറ്റൊക്കെ അയച്ച് ഫുൾ സീറ്റൊക്കെ അയച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. ഇത് ഈ ഭാഗമൊക്കെ നമ്മൾ എന്തായാലും വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ സീറ്റ് വെക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതിലൊക്കെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. പ്ലാറ്റ്ഫോം അതേമാതിരി പ്ലാറ്റ്ഫോമിലൊക്കെ മണ്ണും ചളിയും. മഴക്കാലമായി കഴിഞ്ഞാൽ തുരുമ്പ് വരുന്നത് അറിയില്ല. എല്ലായിടത്തും തുരുമ്പാ. എന്താ ഫ്രണ്ടിൽ തുരുമ്പാണ്, അവിടെ തുരുമ്പുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെറ്റാക്കിയിട്ട്, അതായത് വെള്ളം കയറാത്ത പെയിന്റ്, പിന്നെ ആ ഭാഗം നോക്കണ്ട, തുരുമ്പും പിടിക്കില്ല. ആ പെയിന്റ് അടിക്കാൻ പോകട്ടോ. അപ്പോൾ പെയിന്റ് അടിച്ചിട്ട് കാണാം. നമ്മൾ ആ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടോ, ഇത് വരുന്നത് കളറ് ബ്രൗൺ ആണ്. ബ്രൗണും വൈറ്റും ആണ് ഇത് കൂടുതൽ കാണുക. ഈ പെയിന്റ് അടിച്ച ഭാഗങ്ങളിൽ ഇനി തുരുമ്പ് പ്രതീക്ഷിക്കണ്ട. ഓക്കെ, പെയിന്റ് അടിച്ച ഭാഗങ്ങളിൽ ഫ്രണ്ട് ഭാഗം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ വണ്ടി അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചേസ് നമ്പർ ഇവിടെ വരുന്നത് കേട്ടോ. അവിടെ എന്തെങ്കിലും ടാപ്പ് ഇടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം. ചേസ് നമ്പർ അവിടെയാണ് വരുന്നത്. പിന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗം കാണുന്ന ഭാഗങ്ങളല്ലേ, കാണുന്ന ഭാഗങ്ങൾ ഒന്നാമത് ഇത് ബ്രൗണും വൈറ്റും മാത്രമേ കിട്ടുന്നുള്ളൂ സാധനം. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇത് ബ്ലാക്ക് അടിക്കണം. ഈ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ ഇതാ പുറേ കാണിക്ക് സാറല്ല സാധനം. മറ്റേ വണ്ടിയും പ്ലാറ്റ്ഫോം ഒന്ന് അടിക്കാട്ടെ. പെയിൻ്റൊക്കെ അടിച്ചതാണ്, പക്ഷെ പെയിന്റ് ബാക്കിയുള്ളത് കൊണ്ട് ഒഴിവാക്കണ്ടല്ലോ, വേസ്റ്റ് ആക്കണ്ടല്ലോ, കട്ടിയാവും. വെറുതെ എടുത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അടുത്ത വണ്ടിമിൽ അതാ തുടങ്ങണ പരിപാടി. പ്ലാറ്റ്ഫോമിൽ ബ്ലാക്ക് അടിച്ച് ഫ്രഷ് ആയിട്ടാണ്. പ്ലാറ്റ്ഫോമിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ബ്ലാക്ക് ഡോട്ടും ഉഷാറാക്കി അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യാം. പരമാവധി തുരുമ്പ് വരാതെ ശ്രദ്ധിക്കാൻ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഓരോ വീഡിയോകളും ഇതെല്ലാം ഉണ്ടാവും. ഞങ്ങളത് നല്ലതും ഉണ്ടാവും, മോശം ഉണ്ടാവും. അപ്പം എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പെയിന്റ് ഇതാണ് മക്കളെ. ഓക്കെ, ഇതാണ് ഞാൻ ഉപയോഗിച്ച ഡിന്നർ. പിന്നെ ഹാർഡ്നർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരണതാണ് കേട്ടോ. അപ്പം അടുത്ത പുതിയ വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.